ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ പ്രിയങ്കയുടെ കാര്യം ആലോചിച്ചിരുന്നതാ. അവളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ജാമ്യം കിട്ടുമായിരുന്നു. ആര് പറഞ്ഞു? എത്ര വലിയ അഡ്വക്കേറ്റ് ഒന്ന് വാദിച്ചാലും ജാമ്യം കിട്ടില്ല. കാരണം കോടതിക്ക് വ്യക്തമായ തെളിവുണ്ട്. അതിനി എന്ത് ന്യായീകരണം കൊണ്ടുവന്നാലും അതൊന്നും നിലനിൽക്കില്ല. പിന്നെ എനിക്ക് തന്നോട് പറയാനുള്ള കാര്യം, കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ശിക്ഷയുണ്ട്. അതോർത്ത് ചെയ്യാത്തവർ വേദനിക്കരുത്. താനിത് കഴിക്കും. കഴിച്ചേ, മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുക്കട്ടെ. എനിക്ക് വേണ്ട. പിന്നെ ഇത് ആർക്കാ വാങ്ങിക്കൊണ്ട് വന്നേ? ഭാര്യ ജയിലിൽ പോയത് ആഘോഷിക്കാണോ? പ്രിയങ്ക ജയിലിൽ പോകുന്നത് ഞാൻ ഒരിക്കലും ആഘോഷിക്കില്ല. പക്ഷേ എന്റെ ജീവിതത്തിൽ നിന്ന് പ്രിയങ്ക പോകുന്നത് ഞാൻ ആഘോഷിക്കും. അവിടെ ഇരുന്ന് ഇരിക്കേ. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. പ്രിയങ്ക എന്റെ ജീവിതത്തിൽ നിന്ന് പോയി. ഈ ഭഗവാന്റെ കഥകളൊക്കെ പറയുമ്പോൾ താനും അച്ഛനും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, നേരിട്ട് തന്നെ സംഭവിക്കണമെന്നില്ല, മറ്റൊരു കാര്യം സംഭവിക്കുന്ന വഴിയിലൂടെ തന്നെ അത് വരികയും ചെയ്യുമെന്ന്. അതുപോലെ തന്നെ ഇക്കാര്യവും. തന്റെ ഭഗവാന് തന്നെ തോന്നിക്കാണും എന്തിനായി പിള്ളേർ രണ്ടും ഇങ്ങനെ വിഷമിക്കുന്നതെന്ന്. അത് പ്രിയങ്ക അവർക്കിടയിൽ ഉള്ളത് കൊണ്ടല്ലേ? എങ്കിൽ പിന്നെ ആ തടസ്സങ്ങൾ മാറ്റിക്കൊടുത്തേക്കാം, പിള്ളേർ ജീവിച്ചോട്ടെ എന്ന്. എനിക്കൊന്നും കേൾക്കണ്ട. അവിടെ ഇരിക്കും. ഞാൻ പറയുന്നത് കേട്ടിട്ടേ തന്നെ ഞാൻ വിടും. വേണ്ട, ഞാൻ ചെന്നേട്ടത്തെ വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഇവര് മുങ്ങും. അതുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്ന വീഡിയോ തന്നെ എടുക്കണം. എടോ, പ്രിയങ്ക എന്തായാലും ശിക്ഷിക്കപ്പെടും, അതുറപ്പാ. അതോടെ പ്രിയങ്ക പിന്നെ ഒരിക്കലും കണിമംഗലത്തേക്ക് തിരിച്ചു വരുന്നു. തന്നെ എനിക്ക് വേണമെന്ന് അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെട്ട അവർ സന്തോഷത്തോടെ എനിക്കത് സാധിച്ചു തരും. പ്രിയങ്ക ജയിലിലായാൽ ആറ്റോശ്ശേരിയിൽ പിന്നെ ആരെങ്കിലും ജീവനോടുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അവളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കാല് പിടിച്ച് കരഞ്ഞില്ലേ? അവളെ രക്ഷിച്ചെന്റെ മുന്നിൽ നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ സഹിക്കുമായിരുന്നു.